ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട്, പുറപ്പാട്, പുറപ്പാട്. പുറപ്പാടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കരുണയുടെ വർഷത്തിലാണ് കത്തോലിക്കാ സഭ. ജൂബിലി വർഷം പ്രഖ്യാപിച്ചതു മുതൽ ഒരുപാട് വേദികളിലും ധ്യാനകേന്ദ്രങ്ങളിലും വചനപ്രഘോഷണങ്ങളിലും നാം കരുണയെക്കുറിച്ച് ധാരാളമായി ഇടതടവില്ലാതെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് തീരുമാനിച്ചു എന്നതാണ് പ്രസക്തം. എൻ്റെ കരുണാർദ്രമായ സ്നേഹം എത്ര സഹോദരങ്ങളെ സ്പർശിച്ചു എന്നത് നാം ആത്മശോധന ചെയ്യണം. പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായി പരിശുദ്ധ പാപ്പ പ്രഖ്യാപിച്ച ഈ ജൂബിലി വർഷത്തിൽ സഭയുടെ കരുണാർദ്രമായ കരം സമൂഹത്തിലേക്ക് എത്രമാത്രം ഇറങ്ങിച്ചെന്നു എന്ന്, എത്ര വേദനിക്കുന്നവർക്ക്, എത്ര രോഗികൾക്ക്, എത്ര പാപികൾക്ക് സഭയുടെ കരുണാർദ്ര സ്നേഹം ആശ്വാസമായി മാറി, മാനസാന്തരത്തിന് ഹേതുവായി മാറി എന്നത് ചിന്തനീയമാണ്, പ്രസക്തമാണ്. അത് നമ്മുടെ ആത്മശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. എന്താണ് കരുണ എന്ന് പറയുന്നത്? എന്താണ് കൃപ എന്ന് പറയുന്നത്? Mercy is God not punishing us as our sins deserve. നമ്മുടെ പാപങ്ങൾക്ക് അർഹിക്കുന്ന ശിക്ഷയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിടുതലാണ് ദൈവം നമ്മോട് കാണിക്കുന്ന കരുണ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ പാപങ്ങൾക്ക് ശിക്ഷയ്ക്ക് യോഗ്യനാണെന്നിരിക്കെ, പാപങ്ങൾക്ക് ഞാൻ ശിക്ഷയ്ക്ക് യോഗ്യനാണെന്നിരിക്കെ ആ ശിക്ഷയിൽ നിന്ന് എന്നെ വിടുവിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് കരുണ എന്ന് പറയുക. മാനവരാശി അവരുടെ പാപം മൂലം നശിക്കുമെന്നുറപ്പായപ്പോൾ അവരുടെ പാപപരിഹാരത്തിന് രക്തം ചിന്തേണ്ടത് ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ സ്നേഹനിധിയായ പിതാവ് അവരുടെ പാപമോചനത്തിനു വേണ്ടി, അവരെ വീണ്ടെടുക്കുന്നതിനു വേണ്ടി, അവർ പാപത്താൽ നശിക്കാതിരിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ കാൽവരിയിൽ ബലിയായി നൽകിക്കൊണ്ട് ഓരോ പാപിയെയും വീണ്ടെടുത്തതാണ് ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത്. നാം ശിക്ഷയ്ക്ക് അർഹരായിരുന്നിട്ടും നമ്മുടെ ശിക്ഷ സ്വയം ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയിൽ യാഗമായിക്കൊണ്ട് എന്നെയും നിങ്ങളെയും നമ്മുടെ പാപത്തിൽ നിന്ന്, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് കരുണ എന്ന് പറയുക. എന്താണ് ഗ്രേസ് എന്ന് പറയുന്നത്? ഗ്രേസ് ഈസ് ഗോഡ് ബ്ലെസ്സിങ് us while we do not deserve it. ഞാൻ ദൈവത്തിൻ്റെ കരുണയ്ക്ക്, ദൈവത്തിൻ്റെ സ്നേഹത്തിന് അനർഹനായിരിക്കെ ദൈവം എന്നിലേക്കൊഴുക്കുന്ന അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. ഇത് നാം ചിന്തനീയമാക്കുന്നത് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചാണ്. യെശയ്യാ 53:5 ദൈവത്തിൻ്റെ കരുണയുടെ ഒരു വ്യക്തമായ ചിത്രം പറയുന്നുണ്ട്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ
നാം സൗഖ്യം പ്രാപിച്ചു. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി മുറിവേൽക്കപ്പെട്ടവൻ, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടവൻ, നമുക്ക് വേണ്ടി ശിക്ഷ ഏറ്റുവാങ്ങി ശിക്ഷയിൽ നിന്ന് നമ്മെ വിടുവിച്ചവൻ. എൻ്റെയും നിങ്ങളുടെയും കരുണയ്ക്ക് ഈ മുഖമുണ്ടാവണം. ദൈവം കാണിച്ച കരുണയുടെ ഈ സ്വഭാവമുണ്ടാകണം. എൻ്റെ കരുണ എന്ന് പറയുന്നത് എൻ്റെ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുക. ലൂക്ക 10-ാം അധ്യായം 27-29 വചനങ്ങളിൽ നാം കാണുന്നു. നിയമജ്ഞൻ യേശുവിനോട് ചോദിക്കുകയാണ്, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? മത്തായിയുടെ സുവിശേഷം 22:36-39 ഒരു നിയമപണ്ഡിതൻ ചോദിക്കുന്നു, അതിപ്രധാനമായ കൽപ്പന ഏതാണ്? രണ്ടിൻ്റെയും ഒരേ ഉത്തരമാണ്. യേശു പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം. നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെയും നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെയും. ഇത് അതിപ്രധാനമായ കൽപ്പനയാണെന്ന് ദൈവം വ്യക്തമാക്കുകയാണ്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ദൈവത്തിൻ്റെ കൽപ്പന സാക്ഷാത്കരിക്കുകയാണ് നമ്മുടെ സ്നേഹവായ്പ നമ്മുടെ സഹോദരങ്ങളിലേക്ക് ഒഴുകുമ്പോൾ, നമ്മുടെ കരുണ നമ്മുടെ സഹോദരങ്ങളിലേക്ക് ഒഴുകുമ്പോൾ നിന്നെപ്പോലെ നിന്റെ സഹോദരനെയും സ്നേഹിക്കുക എന്ന ദൈവത്തിൻ്റെ പ്രധാനമായ കൽപ്പനയാണ് സാക്ഷാത്കരിക്കപ്പെടുക. വേദനിക്കുന്നവനിലേക്ക്, ഒരുപക്ഷെ എൻ്റെ ഔദാര്യം അർഹിക്കാത്തവനിലേക്ക്, എൻ്റെ സ്നേഹം എൻ്റെ കരുണ അർഹിക്കാത്തവനിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലുകയും ശിക്ഷയ്ക്ക് അർഹനായവൻ, ഒരുപക്ഷെ അവൻ്റെ വീഴ്ചകൾ കൊണ്ട്, അവൻ്റെ തെറ്റുകൾ കൊണ്ട്, അവൻ്റെ വീഴ്ചകൾ കൊണ്ടും തെറ്റുകൾ കൊണ്ടും ശിക്ഷയ്ക്ക് അർഹനായ ഒരു വ്യക്തിയിലേക്ക്, മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യക്തിയിലേക്ക് കരുണാർദ്രമായ സ്നേഹവുമായി ഞാൻ കടന്നു ചെല്ലുമ്പോഴാണ്, അവനെ മാനസാന്തരത്തിലേക്ക് നയിക്കുമ്പോഴാണ്, അവൻ്റെ മുറിവുകൾ ഉണക്കുവാൻ അവനെ സഹായിക്കുമ്പോഴാണ്, അനുതാപത്തിലേക്ക് അവനെ നയിക്കുമ്പോഴാണ് ഞാൻ അവനോട് കരുണ കാണിക്കുന്നവനായി മാറുന്നത്. എൻ്റെ സ്നേഹവും എൻ്റെ കരുതലും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട, ഈ വേദനിക്കുന്ന ഈ സഹോദരന് ആശ്വാസമായി മാറുന്നുവെങ്കിൽ അത് ദൈവം ആഗ്രഹിക്കുന്ന, എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന കരുണ അവനിലേക്ക് ഒഴുകുന്നു എന്ന് പറയുവാൻ കഴിയും. ദൈവം ആഗ്രഹിക്കുന്നത് രണ്ടു തരത്തിലുള്ള കരുണയാണ്. ഒന്ന്, ശാരീരികമായ ഭൗതികമായ മേഖലയിൽ തകർച്ചയുള്ളവൻ, രോഗിയായിരിക്കാം, സാമ്പത്തികമായി തകർന്നവനായിരിക്കാം, കടബാധ്യതയിലായിരിക്കാം, മുറിവേറ്റവനായിരിക്കാം, കുടുംബത്തിലെ തകർച്ചകൾ നേരിടുന്നവനായിരിക്കാം, ആരാരും സ്നേഹിക്കാനില്ലാതെ ഒറ്റപ്പെട്ടവനായിരിക്കാം, എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ടവനായിരിക്കാം. അവനിലേക്ക് കടന്നു ചെല്ലുവാനും അവൻ്റെ മുറിവേറ്റ മേഖലയിൽ സൗഖ്യം നൽകുവാനും അവന് കുറവുള്ള മേഖലകളിൽ അവനെ സഹായിക്കുവാനും അവൻ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിലും അവൻ നേരിടുന്ന സങ്കീർണമായ പ്രശ്നങ്ങളിലും അവന് കൂട്ടായി നിൽക്കുവാനും സഹായിക്കുവാനും ഒരു കൈ സഹായിക്കുവാനും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. രണ്ടാമതായ മേഖല എന്ന് പറയുന്നത് പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന വ്യക്തി, സാത്താൻ്റെ സ്വാധീനത്തിൽ കഴിയുന്ന വ്യക്തി, തിന്മയുടെ അടിമത്തത്തിൽ കഴിയുന്ന വ്യക്തി, ആത്മാവ് നഷ്ടപ്പെട്ടേക്കാവുന്ന ആ വ്യക്തിയെ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും നിത്യജീവനിലേക്കും നയിക്കുവാൻ ഞാൻ ഒരു സഹായകനായി മാറണം. ഇവിടെയാണ് ആത്മീയമായി തകർന്നവൻ്റെ മുൻപിൽ കരുണയുള്ളവനായി ഞാൻ കടന്നു ചെല്ലുക. അവൻ്റേതായ പ്രശ്നങ്ങൾ കൊണ്ട്, അവൻ്റേതായ തെറ്റായ ജീവിത ചെയ്തികൾ മൂലം പാപത്തിൽ തുടരുന്ന ആ വ്യക്തിയെ മാറ്റി നിർത്തുന്നതിന് പകരം യേശു ഇറങ്ങിച്ചെന്നതുപോലെ നീതിമാന്മാരെ അന്വേഷിച്ചല്ല പാപികളെ തേടിയാണ് ഞാൻ കടന്നു വന്നത് എന്ന് യേശു പറഞ്ഞ വചനം നമ്മിലൂടെയും അന്വർത്ഥമാകേണ്ടതുണ്ട്. ശാരീരികമായ ആവശ്യങ്ങളായാലും ആത്മീയമായ ആവശ്യങ്ങളായാലും അവനിലേക്ക് കടന്നു ചെല്ലുവാൻ, ഒരുപക്ഷെ നമ്മുടെ ഔദാര്യം അർഹിക്കാത്തവനാണെങ്കിൽ പോലും അവളിലേക്ക് കടന്നു ചെല്ലുവാനും അവർക്ക് സൗഖ്യമായി മാറുവാനും
അവർക്ക് ആശ്വാസമായി മാറുവാനും ഞാൻ ഹേതുവാകുമ്പോഴാണ് കരുണാർദ്രമായ എൻ്റെ സ്നേഹം മറ്റു സഹോദരങ്ങളിലേക്ക് ഒഴുകുന്നു എന്ന്, ഞാൻ കരുണയുള്ളവനാണ് എന്ന് എനിക്ക് പറയുവാൻ കഴിയൂ. ഈ കരുണ പിതാവിൽ നിന്ന് സ്വീകരിച്ചവരാണ് നാം ഓരോരുത്തരും. നിർദ്ദയനായ വൃത്യൻ്റെ ഉപമ മത്തായി സുവിശേഷം 18:22-35 നമ്മൾ വായിക്കുന്നുണ്ട്. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചത് കൊണ്ട് ഞാൻ നിന്റെ കടമെല്ലാം ഇളച്ചു തന്നു. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ എന്ന യേശുവിൻ്റെ ചോദ്യം ഇന്ന് എന്നെയും നിങ്ങളെയും നോക്കി ആവർത്തിക്കുകയാണ്. എൻ്റെ പാപത്താൽ ഞാൻ വില കൊടുക്കേണ്ടിയിരുന്ന, ഞാൻ രക്തം ചിന്തേണ്ടിയതിനു പകരം, എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ഞാൻ ഏറ്റെടുക്കേണ്ടതിന് പകരം തൻ്റെ പുത്രനെ ബലിയായി നൽകി എനിക്ക് വേണ്ടി രക്തം ചിന്തി എന്നെ നേടിയെടുത്തവൻ എന്നോട് ചോദിക്കും, നിന്നോട് ഞാൻ കരുണ കാണിച്ചതുപോലെ നിന്റെ ഈ സഹോദരങ്ങളോട് നീയും കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഈ ഒരു ചോദ്യം അലയടിക്കണം. എൻ്റെ സഹായത്തിനു വേണ്ടി, എൻ്റെ ഔദാര്യത്തിനു വേണ്ടി, എൻ്റെ കരുതലിനു വേണ്ടി, എൻ്റെ കൈപിടിക്കലിനു വേണ്ടി ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ പാവപ്പെട്ടവനോട്, നിർധനനോട്, പാപിയോട് ഞാൻ എങ്ങനെയാണ് പ്രതികരിച്ചത്? ഞാൻ എങ്ങനെയാണ് അവന് ഒരു കൈ സഹായമായി മാറിയത്? അങ്ങനെ അവരെ മാറ്റി നിർത്തിയെങ്കിൽ, അങ്ങനെ അവരെ വഴിമാറി നടന്നു പോയെങ്കിൽ, അങ്ങനെ അവരെ ഗൗനിക്കാതെയിരുന്നെങ്കിൽ ദൈവം എന്നോട് ചോദിക്കും, നിന്നോട് ഞാൻ കരുണ കാണിച്ചതുപോലെ എൻ്റെ സ്വപുത്രൻ ബലിയായി നൽകി നിന്റെ പാപത്തിന് ഞാൻ വില കൊടുത്തതുപോലെ നീയും ഈ സഹോദരനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? ധൂർത്തപുത്രന്റെ ഉപമയിലും യേശുവിൻ്റെ ദൈവത്തിൻ്റെ ഈ കരുണയുടെ സ്വഭാവം തന്നെയാണ് നാം കാണുക. അങ്ങനെയെങ്കിൽ ഈ ജൂബിലി വർഷത്തിൽ ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കുക? കാലമത്രയും കഴിഞ്ഞുപോയി, ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം കഴിഞ്ഞുപോയി. ഇന്നിതാ ദൈവം നല്ലൊരു അവസരം തന്നിരിക്കുന്നു, പരിശുദ്ധാത്മാവ് നല്ലൊരു അവസരം തന്നിരിക്കുന്നു. സഭ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക, സഭ വേദനിക്കുന്നവരിലേക്ക് ഇറങ്ങിച്ചെല്ലുക, സഭ സേവനത്തിനായി തെരുവിലേക്ക് ഇറങ്ങുക എന്ന് പരിശുദ്ധ പിതാവിലൂടെ ജൂബിലി വർഷത്തിൽ എന്നോടും നിങ്ങളോടും പറയുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിത സാഹചര്യത്തിൽ ഈ ജൂബിലി വർഷത്തിൽ എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കുക? തീരുമാനമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ തീരുമാനവും അത് നടപ്പാക്കലുമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുക. 29-ാമത്തെ വചനത്തിൽ ലൂക്കാസ് 10:27-29 നമ്മൾ വായിച്ചു. അതിൽ 29-ാമത്തെ വചനത്തിൽ നിയമജ്ഞൻ ചോദിക്കുകയാണ്, ആരാണ് എൻ്റെ അയൽക്കാരൻ? നിത്യജീവൻ പ്രാപിക്കുവാൻ നിന്നെപ്പോലെ നിന്റെ സഹോദരനെയും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് യേശു പറഞ്ഞപ്പോൾ അവൻ ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? യേശു നല്ല ഒരു ഉപമയിലൂടെ വളരെ വ്യക്തമായി പറയുകയാണ്. ഒരുപക്ഷെ നിയമജ്ഞൻ കരുതിയിട്ടുണ്ടാകാം, ആരെങ്കിലുമൊക്കെ എൻ്റെ അയൽക്കാരൻ അല്ല എന്ന്, ആരെങ്കിലുമൊക്കെ എൻ്റെ അയൽക്കാരൻ എന്ന പദവിയിൽ വരുന്നില്ല എന്ന് നിയമജ്ഞൻ കരുതിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ യേശു തൻ്റെ ഉപമയിലൂടെ വ്യക്തമാക്കുകയാണ്, എൻ്റെ സഹായം അർഹിക്കുന്നവരെല്ലാം, എൻ്റെ സഹായം ആവശ്യമുള്ളവരെല്ലാം, എന്നെ സഹായിക്കുന്നവരും എൻ്റെ അയൽക്കാരാണ്. ആർക്കാണോ എൻ്റെ സഹായം ആവശ്യമുള്ളത്, ആരുടെയാണോ സഹായം എനിക്കാവശ്യമുള്ളത്, ഇവരെല്ലാം എൻ്റെ അയൽക്കാരാണ്. ആരെയും മാറ്റി നിർത്താൻ കഴിയില്ല. എൻ്റെ അടുത്ത് താമസിക്കുന്നവൻ മാത്രമല്ല എൻ്റെ അയൽക്കാരൻ. ആരൊക്കെ എൻ്റെ സഹായം അർഹിക്കുന്നുവോ, ആർക്കൊക്കെ എൻ്റെ സഹായം ആവശ്യമുണ്ടോ, ആരൊക്കെ എൻ്റെ സഹായത്താൽ സൗഖ്യപ്പെടാൻ യോഗ്യരാണോ, അവരൊക്കെ എൻ്റെ അയൽക്കാരാണ്.
മത്തായി സുവിശേഷം 7:21 യഥാർത്ഥ ശിക്ഷനെ കുറിച്ച് പറയുന്നു, കർത്താവേ കർത്താവേ എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. യോഹന്നാൻ സുവിശേഷം 6:38-40 വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്താണ് പിതാവിൻ്റെ ഇഷ്ടം, എന്താണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം. അവിടെ വ്യക്തമായി പറയുകയാണ്, എന്നെ ഭരമേൽപ്പിച്ചവൻ ഒരുവൻ പോലും നഷ്ടപ്പെടാതിരിക്കുക, എന്നെ ഏൽപ്പിച്ചവൻ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കുക എന്നതാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം. എങ്കിൽ അങ്ങനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുമ്പോഴാണ് ഞാൻ നിത്യജീവൻ പ്രാപിക്കുന്നത് എങ്കിൽ ആത്മാവ് നഷ്ടപ്പെട്ടേക്കാവുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് എനിക്ക് തേങ്ങലുണ്ടാകണം. ആത്മാവ് നഷ്ടപ്പെട്ടേക്കാവുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് എനിക്ക് വേദനയുണ്ടാകണം. പാപത്തിൽ കഴിയുന്ന വ്യക്തിയെ മാറ്റി നിർത്തുകയല്ല, ദുർനടപ്പുകാരനായ ഒരു വ്യക്തിയെ എന്നിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ മാറ്റി നിർത്തുകയല്ല, മറിച്ച് ആ ആത്മാവിനെ നേടുവാനായി, ആ മകനെ ആ മകളെ അനുതാപത്തിലേക്ക് നയിക്കുവാനായി, മാനസാന്തരത്തിലേക്ക് നയിക്കുവാനായി, അതിലൂടെ ആ വ്യക്തിയുടെ ആത്മാവിനെ നേടുവാനായി ഞാൻ പ്രവർത്തിക്കുമ്പോഴാണ് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടമായ ആരും നഷ്ടപ്പെട്ടു പോകരുത് എന്ന ദൗത്യത്തിൽ ഞാനും പങ്കുകാരനായി മാറുക. അപ്പോഴാണ് വചനം പറഞ്ഞതുപോലെ ഞാൻ നിത്യജീവന് യോഗ്യനായി മാറുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് നാം കരുണ കാണിക്കണം? എന്തുകൊണ്ടാണ് ഒരു ക്രൈസ്തവൻ കരുണ കാണിക്കേണ്ടത്? യാക്കോബ് 2:13 നാം ഇങ്ങനെ വായിക്കുന്നു, കാരുണ്യം കാണിക്കാത്തവൻ്റെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാകും, എങ്കിലും കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കുന്നു. അന്ത്യവിധിയുടെ നാളുകളിൽ നിന്റെ കരുണപ്രവർത്തികൾ, അന്ത്യവിധിയുടെ നാളുകളിൽ നീ നിന്റെ സഹോദരങ്ങളോട് കാണിച്ച കരുണ, നിന്നിൽ നിന്നൊഴുകിയ കരുണാർദ്രമായ സ്നേഹം, നിന്നിലൂടെ സൗഖ്യം പ്രാപിച്ചവർ, നിന്നിലൂടെ ആശ്വാസം കണ്ടെത്തിയവർ, നിന്നിലൂടെ ജീവനിലേക്ക് തിരിച്ചു വന്നവർ, അങ്ങനെ നീ ചൊരിഞ്ഞ കരുണ നിന്റെ വിധി നാളിൽ നിനക്ക് അനുകൂലമായി വരും. നിന്റെ വിധിയുടെ മേൽ വിജയം വരിക്കുന്നതാണ് നിന്റെ ജീവിച്ചിരുന്നപ്പോഴുള്ള കരുണാർദ്രമായ പ്രവർത്തികൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 25:40 നാം വായിക്കുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. എൻ്റെ ചെറിയവരിൽ ഒരുവരായ ഈ സഹോദരങ്ങൾക്ക് വേണ്ടി നീ സഹായം ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് അന്ത്യവിധിയിൽ പറയുമെന്നാണ് യേശു പറഞ്ഞത്. അന്ത്യവിധിയെക്കുറിച്ച് പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായി ഈശോ പറയുന്നു, നമ്മുടെ കരുണയുടെ പ്രവർത്തികൾ അന്ന് എത്ര വിലമതിക്കുന്നതാണ് എന്ന്. വിധിയാളനായി വരുന്ന യേശുനാഥൻ തൻ്റെ ജഡ്ജ്മെന്റ് സീറ്റിലിരുന്നു കൊണ്ട് ഓരോ വ്യക്തിയെയും അന്ത്യവിധിക്ക് വേണ്ടി വിളിക്കുമ്പോൾ അവൻ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്ത നന്മയുടെ പ്രവർത്തികൾ, കരുണയുടെ പ്രവർത്തികൾ, സഹായ പ്രവർത്തികൾ, സൽപ്രവർത്തികൾ അവൻ്റെ വിധിനാളിൽ അവന് വലിയ അനുകൂല ഘടകമാണെന്ന് ഈശോ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ലൂക്ക 6:36 ജൂബിലി ഇയറിൻ്റെ മുഖ്യവചനമായ നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ശിക്ഷയ്ക്ക് അർഹനാണെന്നിരിക്കെ ദൈവം എന്നോട് കരുണ കാണിച്ചതുപോലെ ശിക്ഷയ്ക്ക് അർഹനായ സഹോദരനെ, സ്വന്തം ജീവിതചര്യകൾ കൊണ്ട്, സ്വന്തം വീഴ്ച കൊണ്ട് തകർന്നുപോയ സഹോദരനെ, അഥവാ പാപത്തിൽ കഴിയുന്ന സഹോദരനെ വീണ്ടെടുക്കുവാനായി കരുണാർദ്രമായ സ്നേഹത്തോടുകൂടി ഞാനും അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ കരുണ സ്വാംശീകരിച്ച ഒരു വ്യക്തിയാവുകയും
പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ ഞാനും കരുണയുള്ളവനായി മാറുകയും ചെയ്യുക. പരിശുദ്ധ പിതാവ് കുമ്പസാരക്കാരായ പുരോഹിതരെ തിരഞ്ഞെടുത്തുകൊണ്ട് അവരെ മിഷനറീസ് ഓഫ് മേഴ്സി എന്ന് വിളിക്കുകയും അവരോട് പറഞ്ഞു, കുമ്പസാരത്തിന് വരുന്ന വ്യക്തിയെ വിധിക്കുകയല്ല, ശിക്ഷിക്കുകയല്ല, മറിച്ച് അവരുടെ പാപത്തെ നാം മറയ്ക്കുകയാണ്. അതിന് 2 ഉദാഹരണങ്ങളാണ് പിതാവ് എടുത്തു പറഞ്ഞത്. യാദത്തിൻ്റെയും ഔവയുടെയും അവർ നഗ്നരാണെന്നുള്ള തിരിച്ചറിവ്, അതുപോലെ തന്നെ നോഹയുടെ പെട്ടകത്തിലൂടെ നോഹയെയും കുടുംബത്തെയും രക്ഷിച്ചു. അതിനുശേഷം നോഹ മുന്തിരിത്തോപ്പ് വച്ച് പിടിപ്പിക്കുകയും വീഞ്ഞു കുടിച്ച് ഉന്മത്തനായി നഗ്നനായി കിടക്കുകയും ചെയ്യുന്നു. അപ്പോൾ മക്കൾ പിതാവിൻ്റെ നഗ്നത മറയ്ക്കുവാനായി ഒരു പുതപ്പ് കൊണ്ട് മറയ്ക്കുന്നു. ഈ ഒരു റോളാണ് കുമ്പസാരക്കാരായ വൈദികരുടേതെന്ന് പറയുന്നു. പാപത്താൽ വ്രണിതമായ നഗ്നമായ ഈ അവസ്ഥയെ കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന യേശു മറയ്ക്കുകയാണ് ചെയ്യുന്നത്. പറഞ്ഞൊരിക്കലും വിധിക്കുകയല്ല, മറിച്ച് അവരുടെ പാപത്തെ മറയ്ക്കുകയാണ്. അവൻ്റെ പാപത്താൽ വ്രണിതമായ അന്തസ്സിനെ വീണ്ടെടുത്ത് ജീവനിലേക്കും സമൂഹത്തിലേക്കും ആ പാപിയെ തിരിച്ചു കൊണ്ടുവരാനാണ് കുമ്പസാരക്കാരുടെ ദൗത്യം എന്ന പരിശുദ്ധ പിതാവ് അവരോട് പറയുകയുണ്ടായി. കുമ്പസാരം എന്ന് പറയുന്നത് ഓരോ പാപിക്കും സ്വർഗത്തിലേക്കുള്ള ക്ഷണക്കത്താണ്. ഓരോ പാപിക്കും സ്വർഗത്തിലേക്കുള്ള കവാടമാണ് കുമ്പസാരം എന്ന് പറയുന്നത്. കുമ്പസാരത്തിലൂടെയാണ് ഈശോ ബലിയായി മാറി നേടിയ രക്ഷ, കൃപ, കരുണ നാം സ്വന്തമാക്കേണ്ടത്. എൻ്റെ പാപം മൂലം ഇന്നും ഞാൻ ശിക്ഷയ്ക്ക് അർഹനാണെങ്കിലും കർത്താവ് നേടിയ രക്ഷ, കർത്താവ് നമുക്കായി നൽകിയ കരുണ നാം സ്വീകരിക്കേണ്ടത് എൻ്റെ പാപങ്ങളെ കുമ്പസാരക്കൂട്ടിലെ വൈദികനോട് ഏറ്റുപറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ജൂബിലി വർഷത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ വളരെ വ്യക്തമായി, വളരെ പ്രാധാന്യത്തോടുകൂടി കുമ്പസാരത്തെക്കുറിച്ച് പറയുകയുണ്ടായി. കുമ്പസാരത്തിലൂടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ തൻ്റെ സഹോദരനിലേക്ക്, സമൂഹത്തിലേക്ക് കരുണയുമായി, കരുണാർദ്ര സ്നേഹവുമായി കടന്നു ചെല്ലുവാൻ കഴിയുകയുള്ളൂ. പാപത്തിൽ തുടരുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കുവാനോ ദൈവം ആഗ്രഹിക്കുന്ന കരുണ മറ്റുള്ളവർക്ക് പകരുവാനോ കഴിയുകയില്ല എന്ന് പിതാവ് വ്യക്തമാക്കി പറയുകയാണ്. 1 യോഹന്നാൻ 4:20 വായിക്കുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. കാണപ്പെടുന്ന എൻ്റെ സഹോദരനോട് കരുണ കാണിക്കാതെ, കാണപ്പെടുന്ന എൻ്റെ സഹോദരൻ്റെ ആവശ്യങ്ങളിൽ ഇടപെടാതെ, കാണപ്പെടുന്ന എൻ്റെ സഹോദരന് സഹായഹസ്തം നീട്ടാതെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് കള്ളത്തരമാണ് എന്ന് ദൈവം വ്യക്തമാക്കുന്നു. ദൈവത്തോടുള്ള സ്നേഹം പ്രകടമാക്കേണ്ടത് എൻ്റെ സഹോദരങ്ങളോടുള്ള സ്നേഹത്തിലൂടെയാണ്. അവരോട് ഞാൻ കാണിക്കുന്ന കരുണാർദ്രമായ സ്നേഹത്തിലൂടെയാണ് എൻ്റെ ദൈവസ്നേഹം പ്രകടമാക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പറയുന്നു 5:45 പറയുന്നു, ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യൻ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യ്ക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ദൈവം ആരെയും വേർതിരിക്കുന്നില്ല. നീതിമാന്മാരുടെ മേലും നീതിരഹിതരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും ശിഷ്ടന്മാരുടെ മേലും അനുഗ്രഹം വർഷിക്കുന്ന ദൈവമാണ്. ഈ ഒരു കരുണയുടെ സ്വഭാവമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലും പ്രകടമാകേണ്ടത്. സഭയുടെ
സോഷ്യൽ ഡോക്ട്രിൻ പറയുന്നു, സാമൂഹ്യ ദർശനം വ്യക്തമായി പറയുന്നു, പാവപ്പെട്ടവൻ്റെ പക്ഷം ചേരുവാൻ, പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ പക്ഷം ചേരുവാൻ, നിർധനരുടെ പക്ഷം ചേരുവാൻ, ചെറിയവരുടെ പക്ഷം ചേരുവാൻ സഭ എന്നോടും നിങ്ങളോടും ആഹ്വാനം ചെയ്യുന്നു. കരുണയുടെ ഈ വർഷത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം. കുറവുള്ളവനിലേക്ക്, മാറ്റി നിർത്തപ്പെട്ടവനിലേക്ക്, സ്നേഹം നിഷേധിക്കപ്പെട്ടവനിലേക്ക് സ്നേഹമായി, സായുജ്യമായി, കൃപയായി, ദൈവത്തിൻ്റെ കരുണയായി അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അനേകരെ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും തദ്വാര നിത്യജീവനിലേക്കും നയിക്കുവാൻ നാം തയ്യാറാകണം. അങ്ങനെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന, കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുന്ന, ശാരീരികമായി വിഷമിക്കുന്ന മക്കൾക്ക് ആവശ്യമായ സഹായം ചെയ്യുവാൻ നാം തയ്യാറാവുകയും വേണം. അപ്പോഴാണ് ജൂബിലി വർഷത്തിലൂടെ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായി പരിശുദ്ധ പിതാവ് വിഭാവനം ചെയ്യുന്ന ആ ഒരു നല്ല സഭ ലോകത്തിലുണ്ടാവുക. സഭയെ മറ്റുള്ളവർ കാണേണ്ടത്, സഭയ്ക്ക് പുറത്തുള്ളവർ കാണേണ്ടത് ദൈവത്തിൻ്റെ കരുണാർദ്രമായ കരമായി സഭയെ കാണണം. സമൂഹത്തിലെ പുളിമാവായി, സഭയിലെ പുളിമാവായി സഭ മാറണമെങ്കിൽ ഞാനും നിങ്ങളും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, വേദനിക്കുന്നവനിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, അവന് സാന്ത്വനമാകുവാൻ തയ്യാറാകണം. ഈ ഒരു തീരുമാനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purapada.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.